ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ HMC മുഖേന ദിവസവേതന അടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യനെ നിയമിക്കുന്നുണ്ട്. അപേക്ഷകർക്ക് PSC നിർദ്ദേശിക്കുന്ന പ്രായവും യോഗ്യതയും ഉണ്ടായിരിക്കണം. ആശുപത്രിയിൽ ജോലി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പകർപ്പുമായി ഫെബ്രുവരി 15 ഉച്ചയ്ക്ക് 2 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കരാർ അടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റ് കം IT അസിസ്റ്റന്റ് ഒഴിവിലേക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണം ചെയ്ത ഒഴിവിലേക്ക് BCom ബിരുദവും PGDCA യോഗ്യതയുള്ളവർക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. അക്കൗണ്ടിംഗ്, ബുക്ക് കീപ്പിംഗ് എന്നിവയിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 16 രാവിലെ 10:30 കൽപ്പറ്റ ബ്ലോക്ക് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് നിങ്ങളുടെ യോഗ്യത, ജാതി, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിലൂടെ അസലുമായി ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിലെ പ്രീമെട്രി ഹോസ്റ്റലിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ വാർഡൻ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 15 രാവിലെ 11 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ വോക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. യോഗ്യത ബിരുദം അല്ലെങ്കിൽ B.Ed ആണ്. 18-നും 40-നും ഇടയിലുള്ള യുവതികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. പട്ടികവർഗ യുവതികൾക്ക് മുൻഗണന ലഭിക്കും. SSLC സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ജാതി സർട്ടിഫിക്കറ്റ്, അധിക യോഗ്യത, മുൻപരിചയമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ദേവികുളം ബ്ലോക്കിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിൽ ഡ്രൈവർ കം അറ്റൻഡൻറ്റിന് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. യോഗ്യത SLC പാസ്സായി സർട്ടിഫിക്കറ്റും LMV ഡ്രൈവിംഗ് ലൈസൻസുമാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 14 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് തൊടുപുഴ മാങ്ങാട്ടുകവലയിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും തിരിച്ചറിയൽ കാർഡും സഹിതം വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. സർക്കാർ ഏജൻസിയായ CMD മുഖേന നിയമനം നടത്തുന്നതുവരെ ആയിരിക്കും നിയമന കാലാവധി. ദേവികുളം ബ്ലോക്കിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കും മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ഡ്രൈവർ അറ്റൻഡന്റ് തസ്തികയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് എറണാകുളം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന റേഡിയേഷൻ ഫിസിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഫെബ്രുവരി 14 രാവിലെ 11 മണിക്ക് വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദവും റേഡിയോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഫിസിക്സിലുള്ള പോസ്റ്റ് MSc ഡിപ്ലോമയും റേഡിയേഷൻ തെറാപ്പി യൂണിറ്റിലെ 12 മാസം ഇൻറ്റേൺഷിപ്പുമാണ് യോഗ്യത. ഫിസിക്സ് മുഖ്യ വിഷയമായി ബിരുദവും റേഡിയോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഫിസിക്സിലെ PGയും റേഡിയേഷൻ തെറാപ്പി യൂണിറ്റിലെ 12 മാസം ഇൻറ്റേൺഷിപ്പും യോഗ്യതയായി പരിഗണിക്കും. ഇവർക്ക് റേഡിയോളജിക്കൽ സേഫ്റ്റി ഓഫീസറായി പ്രവർത്തിക്കാനുള്ള ബന്ധപ്പെട്ട അധികാരികളുടെ അംഗീകാരം ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും ബയോഡേറ്റയും സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലാ പദ്ധതിയുടെ ഭാഗമായി എഡിറ്റിംഗ്, രൂപകൽപ്പന, ചിത്രങ്ങൾ, ഗ്രാഫുകൾ, മാപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തി പുസ്തകം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ നിർവഹിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നുണ്ട്. +2 അംഗീകൃത സർക്കാർ സ്ഥാപനത്തിൽ നിന്നുള്ള DTP കോഴ്സ് വിജയവും KGTA ലോവർ ഇംഗ്ലീഷും മലയാളവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അംഗീകൃത സർക്കാർ സ്ഥാപനത്തിൽ നിന്നുള്ള DCAയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 23 മുതൽ 45 വയസ്സ് വരെയാണ്. പാലക്കാട് ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ വെച്ച് ഫെബ്രുവരി 15 രാവിലെ 10 മണിക്ക് അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ഹാജരാവണം.
കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.